കോൺഗ്രസ് സൈബർ കുഞ്ഞുങ്ങൾക്ക് താക്കീതുമായി വീണ്ടും ബി.ജെ.പി. നേതാവ് പത്മജ വേണുഗോപാൽ രംഗത്ത്. പല ആവർത്തി അവർ താക്കീത് നൽകിയിട്ടും കോൺഗ്രസ് അവരെ കടന്നാക്രമിക്കുകയാണ്. ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചുകൊണ്ടാണ് അവർ കോൺഗ്രസ് സൈബർ കുഞ്ഞുങ്ങൾക്ക് താക്കീതുമായി അല്ലെങ്കിൽ തക്ക മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: പത്മജ കോൺഗ്രസിനെ വിമർശിക്കാൻ പാടില്ല എന്നാണ് കോൺഗ്രസുകാർ അധികാരഭാവത്തിൽ പറയുന്നത്. പത്മജ പക്ക ബി.ജെ.പിക്കാരിയാണ്. ബി.ജെ.പിക്കാരിയായ ഞാൻ എന്താ കോൺഗ്രസിനെ സ്തുതിച്ചുകൊണ്ടിരിക്കണോ? എൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യം തടയാൻ നിങ്ങളാരാണ്? ബി.ജെ.പിക്കാരിയായ എൻ്റെ അഭിപ്രായങ്ങൾ കോൺഗ്രസുകാരായ നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നുവെങ്കിൽ എടി പൊടി തള്ളെ അമ്മായി അമ്മച്ചി എന്നൊക്കെ വിളിച്ച് തൽക്കാലം സംതൃപ്തി അടയുക. കാരണം ഇത്തരക്കാർ ദേഷ്യം വരുമ്പോൾ സ്വന്തം വീട്ടിലെ സ്ത്രീകളെ ഇങ്ങനെയൊക്കെ വിളിച്ചായിരിക്കും ആശ്വാസം കണ്ടെത്തുന്നത്. ഞാൻ എനിക്കെതിരെ കമൻറ്റുകൾ എഴുതുന്ന ആരെയും ബ്ലോക്ക് ചെയ്യാറില്ല. പിന്നെ പരിധി വിട്ട് എനിക്കെതിരെ അധിക്ഷേപ കമൻറ്റുകൾ എഴുതുന്നവരെ നിയമപരമായി നേരിടാൻ എനിക്കറിയാം. എൻ്റെ പാർട്ടിയും ഇക്കാര്യത്തിൽ എന്നോടൊപ്പമുണ്ട്. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമല്ലേ? ഇതായിരുന്നു അവരുടെ പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം. അതോടൊപ്പം തന്നെ അവർ ബി.ജെ.പി. വിട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറിയ സന്ദീപ് വാര്യരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു. പത്മജ ത്യാഗസമ്പന്നമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന കോൺഗ്രസുകാരാണ് ബി.ജെ.പിയിൽ പണിയെടുക്കാതെ വളർന്ന് സന്ദീപ് വാര്യരെ പുകഴ്ത്തി നടക്കുന്നത്. സന്ദീപ് ബി.ജെ.പിയുടെ അടിസ്ഥാന തലത്തിൽ ഒരു പ്രവർത്തനവും നടത്തിയിട്ടുള്ള ആളല്ല. RSSൽ പ്രവർത്തിച്ചിട്ടില്ല. വിദേശത്ത് നിന്ന് വന്നു കഴിഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ടും ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തും സൂത്രത്തിൽ വളർന്നയാളാണ്. 2016 മാത്രമാണ് അദ്ദേഹം ബി.ജെ.പിയിൽ ചേർന്നത്. സന്ദീപ് വാര്യരെ കേരളത്തിൽ അറിയപ്പെടുന്ന തരത്തിൽ വിലാസം ഉണ്ടാക്കിക്കൊടുത്തത് ബി.ജെ.പിയാണ്. സന്ദീപ് വാര്യരുടെ എല്ലാ പ്രയാസഘട്ടങ്ങളിലും ബി.ജെ.പി. ഒപ്പം നിന്നിട്ടുണ്ട് എന്നുള്ളത് തെളിവാണ് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അദ്ദേഹത്തിന് പിന്തുണ നൽകിക്കൊണ്ടിട്ട പോസ്റ്റുകൾ. എന്നാൽ ഈ പോസ്റ്റിന് മറുപടി എന്നോണം ആയിരിക്കണം സന്ദീപ് വാര്യർ മറ്റൊരു പോസ്റ്റ് പങ്കുവച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. ക്രിസ്മസ് കേക്കുമായി വോട്ടിനു വേണ്ടി ക്രൈസ്തവ ഭവനങ്ങളിൽ കയറിയിറങ്ങും. എന്നാൽ ഒരു ബഹുസ്വര സമൂഹത്തിൽ ക്രിസ്മസ് സ്റ്റാർ തൂക്കുന്നത് പോലും വിദ്വേഷപരമായി ചിത്രീകരിക്കും. വെറുപ്പിന്റെ ഫാക്ടറി ക്രിസ്മസ് സ്റ്റാറിനെ പോലും വർഗീയമായി ചിത്രീകരിക്കുന്നു. ഈ നിലപാടുമായി എങ്ങനെയാണ് മലയാളികൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക? ഒരു വശത്ത് ക്രൈസ്തവരെ ബി.ജെ.പിയോട് അടുപ്പിക്കാൻ വേണ്ടി നാടകം കളിക്കുന്നു, മറുവശത്ത് ക്രൈസ്തവ വിശ്വാസികളെ അവഹേളിക്കുകയും അപഹസിക്കുകയും ചെയ്യുന്നു. ഈ വെറുപ്പിനെയും വിദ്വേഷത്തെയും അംഗീകരിക്കാത്തവരാണ് ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളും. അയ്യപ്പസ്വാമി മുന്നോട്ട് വയ്ക്കുന്ന മതസാഹോദര്യം പോലും വർഗീയമായി ചിത്രീകരിക്കുന്നത് സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന ഫാക്ടറി പൂട്ടിക്കുകയെന്ന് തന്നെ വേണം. അതേസമയം ശ്രീനിവാസൻ വധക്കേസുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തിയിരുന്നു. ശ്രീനിവാസൻ വധക്കേസിൽ 17 പ്രതികൾക്ക് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് താൻ ഉയർത്തിയ വിമർശനം പൂർണ്ണമായും ശരിയായിരുന്നുവെന്ന് സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തോടെ ബോധ്യപ്പെട്ടിരിക്കുന്നുവെന്നും സന്ദീപ് വാര്യർ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. അതേസമയം ഒരു കണക്കിന് നോക്കിയാൽ ഇവിടെ 2 പാർട്ടികളിൽ നിന്നുള്ള വ്യക്തികൾ കളം മാറ്റി ചവിട്ടി മറ്റൊരു പാർട്ടിയിലേക്ക് കൂടുമാറിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇരുവരും നേരിടുന്നത് ഒരു സൈബർ അതിക്രമമായും ഇതിനെ നമുക്ക് കണക്കുകൂട്ടാം. മുന്നണികൾ തമ്മിലുള്ള പോരാട്ടത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഏതെങ്കിലും വ്യക്തി അവരുടെ കച്ചവട താല്പര്യത്തിന് വേണ്ടിയായിട്ട് കുത്തിത്തിരിപ്പിനുണ്ടാക്കുന്നത് എങ്ങനെ ബി.ജെ.പിയുടെ നിലപാടായി നിങ്ങൾക്ക് ചിത്രീകരിക്കാൻ സാധിക്കുമെന്നാണ് സന്ദീപ് വാര്യർ മേലെ പറഞ്ഞ പോസ്റ്റിൽ ഒരു വ്യക്തി കമന്റ് ചെയ്തിരിക്കുന്നത്. ക്രിസ്ത്യാനികളുടെ കാര്യം അവർ നോക്കിക്കോളും, അവരെ രാഷ്ട്രീയം പഠിപ്പിക്കേണ്ട, അവർ പണ്ടേ സംഘടിത ശക്തികളാണ്, അവരുടെ കാര്യം നോക്കാൻ അവർക്കറിയാം, വാര്യർ ബേജാറാകണ്ട എന്നാണ് മറ്റൊരു കമന്റ് വന്നിരിക്കുന്നത്. എന്തായാലും ജനങ്ങളും അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഏറ്റെടുത്തു എന്നതാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റിന് താഴെ വരുന്ന കമന്റുകൾ തന്നെ സൂചിപ്പിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.